എലത്തൂർ ട്രെയിൻ തീവെപ്പ് ഭീകര പ്രവർത്തനമെന്ന് ഉറപ്പിച്ച അന്വേഷണ സംഘം. UAPയെ ചുമത്തിയത് ഇക്കാരണത്താലെന്നും പോലീസ്. അന്വേഷണ പുരോഗതി റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചു. കേരള കോൺഗ്രസ് വീണ്ടും പിളർന്നു. പാർട്ടിയിലെയും UDFിലെയും സ്ഥാനങ്ങൾ രാജിവെച്ച് ജോണി നെല്ലൂർ. നിഗൂഢ ലക്ഷ്യമെന്ന് PJ ജോസഫ്. മുൻ DCC പ്രസിഡന്റ് ബാബു ജോർജ് പാർട്ടി വിട്ടു. ചൈനയെ പിന്തള്ളി ഇന്ത്യ ജനസംഖ്യയിൽ ഒന്നാമത്. ഐക്യരാഷ്ട്രസഭയുടെ കണക്ക് പ്രകാരം ഇന്ത്യയിലെ ജനസംഖ്യ 142.86 കോടി. ചൈനയേക്കാൾ 29 ലക്ഷം ജനങ്ങൾ കൂടുതലായി ഇന്ത്യയിലെന്ന് കണക്കുകൾ. ഫയൽ നീക്കത്തിൽ പ്രതീക്ഷിച്ച വേഗതയില്ലെന്ന് മുഖ്യമന്ത്രി. ഫയലുകൾ തീർപ്പാക്കുന്നതിൽ ഉദ്യോഗസ്ഥർക്ക് വിമർശനം. ഉദ്യോഗസ്ഥർ വിചാരിച്ചാൽ ഒരു ഫയൽ മരിക്കുമെന്ന് മുഖ്യമന്ത്രിയുടെ ഓർമ്മപ്പെടുത്തൽ. മിൽമ പാൽവില വർധന ഭാഗികമായി പിൻവലിച്ചു. പച്ച കവറിലുള്ള പാലിന് 2 രൂപ വർദ്ധിപ്പിച്ച തീരുമാനം റദ്ദാക്കി. മഞ്ഞ കവർ പാലിന്റെ വിലയിൽ മാറ്റമില്ല. തീരുമാനം ക്ഷീരവികസന വകുപ്പ് മന്ത്രി മിൽമ അധികൃതരുമായി നടത്തിയ ചർച്ചയിൽ. അരിക്കൊമ്പന്റെ പുനരധിവാസം ആലോചിച്ച് തീരുമാനിക്കാമെന്ന് സർക്കാർ ഹൈക്കോടതിയിൽ. പുതിയ സ്ഥലം കണ്ടെത്താൻ കോടതി 2 ആഴ്ച സമയം അനുവദിച്ചു. വിദഗ്ധ സമിതി മുദ്രവെച്ച കവറിൽ മറുപടി തരട്ടെ എന്നും ഹൈക്കോടതി. അരിക്കൊമ്പനായുള്ള GPS കോളർ ഇടുക്കിയിലെത്തി. യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ BV ശ്രീനിവാസിനെതിരെ പീഡനാരോപണം. ആക്ഷേപം ഉന്നയിച്ചത് അസം യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ അങ്കിത ദത്ത. നേതൃത്വത്തിന് പരാതി നൽകിയിട്ട് നടപടിയില്ലെന്നും അങ്കിത.